ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു ക്യൂട്ട് ഇലക്ട്രിക് വാഹനം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള MGയുടെ ഷോറൂമിലാണ്. തെള്ളകത്താണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ആദ്യം ഈ ഷോറൂമിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുക, നമുക്ക് ആദ്യം തന്നെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ബ്രിട്ടീഷ് ടച്ചിലാണ് ഈ ഒരു ഷോറൂമിൻ്റെ ഇൻറ്റീരിയർ അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫീല് നമുക്ക് പല ഭാഗങ്ങളിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഷോറൂമും കാര്യങ്ങളും വിശേഷങ്ങളും പറഞ്ഞ് നടന്നാൽ പോരല്ലോ, നമ്മൾ വന്ന പണി ആദ്യം ചെയ്യണ്ടേ. നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെ ക്യൂട്ട് വണ്ടി പരിചയപ്പെടുത്താനല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് വണ്ടി കോമറ്റ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ക്യൂട്ട് ഡിസൈനുമായിട്ട് ഒരു വാഹനം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 7,80,000 രൂപയാണ്. നല്ല റോഡ് പ്രസൻസ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതുപോലെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യൂട്ടിനെ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് ലേഡീസ്, അതേപോലെ സിറ്റി കാറായിട്ട് സെക്കൻഡറി കാറായിട്ടാണ് ഈ കാർ ആക്ച്വലി കമ്പനി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നത്. 220 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. എന്ന് വെച്ചാൽ മൈലേജ് മീൻസ് ഒരു ചാർജിനകത്ത് ഒറ്റ തവണ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ 220 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റും. ഏകദേശം ഒരു 180 to 200 കിലോമീറ്റർ ഒട്ടുമിക്ക കസ്റ്റമേഴ്സിനും മൈലേജ് കിട്ടുന്നുണ്ട്. ഞാനും പല ആളുകളോടും ചോദിച്ചു, എല്ലാവർക്കും അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് 17.3 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കാണ്. ഒരു 3.3 കിലോവാട്ടിൻ്റെ ചാർജറാണ് ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 6 to 7 മണിക്കൂറാണ് ഈ ഒരു വാഹനം ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്ന ഒരു ടൈം വരുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒരു AC ചാർജറിനെല്ലാം നമുക്ക് ഈ ഒരു വാഹനം ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഡിസൈനിൻ്റെ ഭാഗമൊന്നും നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഒരു ബേസ് മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡിൽ നമുക്ക് ഇവിടെ DRL അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു ക്രോം എലമെൻ്റാണ് ഈ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ ചാർജിങ് സോക്കറ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചാർജിങ് സോക്കറ്റ് നൽകിയിരിക്കുന്നത്. പിന്നെ MGയുടെ ഈ ഒരു ലോഗോ ഇലുമിനേറ്റി ആയിട്ട് ലൈറ്റ് കത്തുന്ന രീതിയിലാണ് ഈ ഒരു ലോഗോ നൽകിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു DRL അല്ല, ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്ന് പറയാനുള്ളത്. നമുക്ക് സൈഡിലേക്ക് നോക്കാം. സൈഡിലേക്ക് വരുമ്പം ഈ ഒരു ക്രോം എലമെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു സൈഡ് പോർഷനിലേക്ക് വരുന്നുണ്ട്. അതിവിടെ വന്ന് നമ്മുടെ മിറേഴ്സിലേക്ക് കയറുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഈ ഒരു മിറേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 12 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വീൽ കപ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡോർ ഒന്ന് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഇത്രയും വലിയൊരു ഡോറാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത്രയും സ്പേസ് പിന്നെയും കിടക്കുക. ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു 2 സീറ്റർ ആണെന്ന്. ആക്ച്വലി ഇതൊരു 4 സീറ്റർ ആണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഇത്രയും വലിയൊരു ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ബാക്കിലെ സീറ്റിലൊന്ന് കയറി ഇതൊന്ന് നോക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സീറ്റുകൾ മടക്കുക, എന്നിട്ട് ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കുക. നമുക്ക് ബാക്കിലേക്ക് ഇരിക്കാനുള്ള ആക്സസ് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ സീറ്റുകൾ പറയാം. സീറ്റുകൾ ഓക്കെ, ഒരു സിറ്റി ഡ്രൈവിന് നമുക്ക് ഈ ഒരു കംഫർട്ടൊക്കെ ധാരാളമാണ്. തൈ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സിറ്റി കാറാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ദൂരമൊന്നും ട്രാവൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയേണ്ട. അത്യാവശ്യം എനിക്കിരിക്കാം. എൻ്റെ ഹൈറ്റിൽ എനിക്ക് സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഈ സീറ്റുകൾ ഞാൻ മാക്സിമം ബാക്കിലേക്കാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം സുഖമായിട്ടിരിക്കാൻ പറ്റും. നമുക്ക് ബാക്കിലിരിക്കുമ്പോൾ ഒരു ക്ലോസ്ട്രോഫോബിയ ഫീലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത്രയും വലിയൊരു ഗ്ലാസ് ഏരിയ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു വിൻഡോ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ഡോറിൻ്റെ ഡിസൈൻ കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ ഒരു പോർഷൻ കണ്ടപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു റാക്കില്ലേ, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മൾ ബോട്ടിലൊക്കെ വെക്കുന്ന ആ സ്പേസ്, അത്രയധികം സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ലേഡീസ് കസ്റ്റമേഴ്സിനെ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജൊക്കെ ആയിട്ട് കണക്ട് ആയ രീതിയിൽ എനിക്ക് തോന്നിയത്, അതോ കമ്പനി അതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി ഇതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ ഒരു സംഭവം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലാസ്കില്ലേ, ചായയൊക്കെ ഒഴിച്ചു വെക്കുന്ന ആ ഒരു ഫ്ലാസ്ക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ താഴേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പവർ വിൻഡോ, ഈ ഒരു വാഹനത്തിൻ്റെ പവർ വിൻഡോ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. 2 പവർ വിൻഡോസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ്, ഈ ഒരു ഏരിയ ഭയങ്കര ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുക. സാധാരണ എല്ലാ വാഹനങ്ങളിലും ഈ ഒരു ഏരിയ ഭയങ്കര ഒരു ടണൽ വെച്ചിട്ട് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുമല്ലേ. ഇതിനകത്ത് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ആക്ച്വലി ഇതൊരു സിറ്റി കാറല്ലേ. നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ ഇപ്പുറത്തോട്ട് മാറി ഈ വഴി ഇറങ്ങി പോകാൻ പറ്റും. അതും നല്ലൊരു കാര്യമാണ്.
സ്റ്റിയറിംഗ് നമുക്ക് നോക്കാം. ഒരു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, മീഡിയ കൺട്രോൾസ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു 7 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൂടെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എ സി വെന്റുകളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ബേസ് മോഡലാണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും അങ്ങനത്തെ ഒരു ഫീല് വരില്ല. എ സിയുടെ കൺട്രോൾസ് ഒക്കെ ആണെങ്കിലും ഫുള്ള് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലൊക്കെ ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട്. എ സിയുടെ ഈ ഒരു ടച്ചും ഈ ഒരു എ സിയുടെ വെന്റിൻ്റെ ഈ ഒരു പോർഷനും എല്ലാം നമ്മൾ ടച്ച് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, എങ്കിലും അതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് ഈ പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഒരു എ സിക്കകത്തുനിന്ന് കൂളിംഗ് വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു ബോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതും തണുപ്പിച്ചെടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഹസാർഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗുഡ്. നമുക്ക് ഈ ഒരു മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡേ നൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ സ്പേസിൻ്റെ കാര്യമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് വെളിയിലിറങ്ങി ബാക്ക് സൈഡ് നോക്കാം. ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇലക്ട്രിക് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് MG ഇത് കൊടുക്കുന്നത് എന്ന് എനിക്കറിയില്ല. ചില വണ്ടികളിൽ അഡാസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചില വണ്ടികൾ മറ്റേ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. MGക്ക് ബാഡ്ജിങ് കൊടുക്കുക. ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ വാഹനത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ മറ്റുള്ളവരെ വിളിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഉത്തരം പറയാം. പിന്നെ ബാക്കിലെ ഡിസൈൻ നമുക്ക് നോക്കാം. ബാക്കിലെ ഡിസൈൻ അല്ല, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഡിഫോഗർ ലൈൻസ് അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു ഭാഗത്തായിട്ട് ആൻറ്റിനയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നീളത്തിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എന്ന് ഞാൻ അതിനെ പറയുന്നില്ല, കാരണം ഇതാണ് ടെയിൽ ലാംപ്സ്. ഇവിടെയാണ് ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ക്രോം എലമെന്റ് കൊടുത്തിട്ട് MGയുടെ ബാഡ്ജിങ് സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നു. കോമറ്റ് എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പം ബമ്പറിൽ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് ഇത്ര ലിറ്റർ എന്നൊന്നും കമ്പനി പറയുന്നില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം ചാർജർ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇത് സിറ്റി കാറാണ്. നമ്മൾ ഒരു 3 പേരൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് വേണമെങ്കിൽ ഇത് മടക്കി വെക്കാം. ഇനി 2 പേരെ ഉള്ളെങ്കിൽ ഇവിടെ വീണ്ടും മടക്കി വെക്കാം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് ബൂട്ടിൻ്റെ സ്പേസ് കാര്യങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരു ബേസ് മോഡൽ, ഒരു ബേസ് വേരിയൻറ്റ് വാഹനത്തിൻ്റെ കീ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മറ്റ് പല ബ്രാൻഡുകളും കണ്ടുപഠിക്കണം. അത്രയധികം ക്വാളിറ്റിയാണ്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു ഫ്ലിപ്പ് കീ ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് ബ്രാൻഡുകളൊക്കെ സാധാരണ കീ വരെ കൊടുക്കുന്നു. നമ്മുടെ വീടിൻ്റെയൊക്കെ ലോക്ക് പോലത്തെ കീ കൊടുക്കുന്ന കമ്പനികൾ വരെ ഉണ്ട്. ഹുഡ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഭാഗത്തായിട്ട് ലിവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആകും. ഓക്കെ, വൈപ്പർ ഫ്ലൂയിഡ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ബ്രേക്കിൻ്റെ ഫ്ലൂയിഡൊക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ MG കോമറ്റിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്കൊരു വീട്ടിലേക്കൊരു സെക്കൻഡറി വാഹനമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. 220 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. 220 കിലോമീറ്റർ കൂടുതൽ റേഞ്ച് ഒന്നും നമുക്കൊരു സിറ്റി കാറിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ 8 ലക്ഷം രൂപ താഴെയാണ് വില വരുന്നത്. ലേഡീസിനൊക്കെ നമുക്ക് കൊണ്ട് നടക്കാനും പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. നല്ലൊരു വാഹനമാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യമാണ്, പുതിയ അപ്ഡേഷനകത്ത് ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളോ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.